നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മോനെ, എന്താടാ, എന്താ നീ ഇങ്ങനെ കിതക്കുന്നേ? വിയർക്കുന്നുണ്ടല്ലോ. നീ വല്ലതും കണ്ട് പേടിച്ചോ? ഒന്നും കണ്ട് പേടിച്ചതല്ലമ്മേ. പിന്നെ തട്ടുകട അടുത്തുനിന്ന് ഗോപിയില്ലേ, ഞാൻ അവന്റെ നിന്ന് കുറച്ച് പൈസ മറിച്ചു. അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. വഴിക്ക് വെച്ച് ഒരു കള്ളൻ അത് തട്ടിപ്പറിച്ചു. എന്നിട്ടെന്താ, ഞാൻ അവന്റെ പിറകെ ഓടി. എങ്ങനെയോ ബാഗ് ഇങ്ങനെ പൊങ്ങി വന്നെന്റെ മുന്നിൽ വീണു. എങ്കിലത് മൂകാംബിക അമ്മയുടെ കൈ തന്നെയായിരിക്കും. അമ്മയായിട്ടത് നിനക്ക് തിരിച്ചു തന്നതാ. ഇപ്പൊ നോക്കിയാലും ഒരു അമ്മ അമ്മ അമ്മ. എന്റെ മുത്തശ്ശി, നിങ്ങളൊക്കെ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? മോളെ, ഇങ്ങനെ തലമറന്ന് എണ്ണയൊക്കെയല്ലേ. 10-30 കൊല്ലായിട്ട് അവിടെ ദേവിയുടെ നടയിൽ ജീവിക്കുന്ന ഒരാളാ ഞാൻ. ഇതിലും ശക്തമായി ദേവിയെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരമ്മയുടെ ശക്തി തിരിച്ചറിയും. അന്ന് അവിടെ അമ്മയുടെ നടയിൽ വന്ന് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട്. മോളെ, അതുകൊണ്ട് പറയാ, അമ്മയെ തൊട്ടുള്ള കളി വേണ്ട. ദേ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അച്ഛൻ പറയണത്. അവള് കുട്ടിയല്ലേ, അറിവില്ലായ്മ കൊണ്ടല്ലേ ഓരോന്ന് പറയുന്നേ. ഇങ്ങനെ ഓരോ അറിവില്ലായ്മകൾ വിളിച്ചു പറയുമ്പോഴാ അറിവുള്ളവര് തിരുത്തി കൊടുക്കുന്നത്. അത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കണം. എന്തായാലും ദേവി കടാക്ഷിച്ചു എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഈ പണം കള്ളം കൊണ്ടുപോയി തിന്നേന്. ദേവി, അമ്മേ ദേവി, ദേവിക്ക് ചാർത്തനായ ഒരു അർച്ചനഹാരം വാങ്ങിട്ട് വാ. ഞാൻ നടയിലുണ്ടാവും. ചെല്ല്. എന്താ വേണ്ടേ? അതെ, ദേവിക്ക് ഒരു അർച്ചന തട്ടം തരാലോ. തട്ടം മാത്രം മതിയോ? എത്ര? 100 രൂപയാ. 100. കൊടുക്കുമോളെ. ശരി.